സ്റ്റോപ്പ്. വിട്ടുപോയോ? ഇവിടുന്ന് പോയി. ഇവിടെ പോയോ? ഇതെന്താ അറിയാത്തെ? സോറി. വിച്ച് ഫ്ലോർ? ഫോർത്ത് ഫ്ലോർ. ഫോർത്ത് ഫ്ലോർ എന്നാണല്ലോ നിങ്ങൾ കയറിയത്. അയ്യോ സ്റ്റോപ്പ് സ്റ്റോപ്പ്. അലർഗാൻഡി അലർഗാൻഡി. ഇതെന്താ ബസ്സാണെന്ന് കരുതിയോ? താഴേക്ക് ലിഫ്റ്റ് തന്നെ പോയിക്കൂടെ? 4 നില മുകളിലേക്ക് ഓടിക്കയറി എനിക്ക് 1 നില താഴേക്ക് നടന്നിറങ്ങാനും അറിയാം. അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഡോണ്ട് ടീച്ച് മീ, ഡോണ്ട് ടീച്ച് മീ. ലിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. ആരും കണ്ടില്ല, ഭാഗ്യം. രാധികെ, നീ വരാൻ വൈകിയപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി. ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓ എനിക്കാണോ? മീറ്റിംഗ് ആണോ? എന്ത് ഇങ്ങനെ തരാൻ റീഡിങ് നോക്കണ്ടേ? സോറി. ഇയാള് മേക്കപ്പ് ചെയ്യുന്നില്ലേ? മേക്കപ്പ് വേണോ? മുഖത്തെ വൃത്തിയുടെ വെച്ച് മാറി കിട്ടും. താങ്ക്സ്. ഓ ഇയാളെ താങ്ക്സ് ഇട്ടിട്ട് എനിക്കൊരു കാര്യമൊന്നുമില്ല. എന്നാലും കുറച്ചെടുത്തോളൂ. അല്ല സാറേ മേക്കപ്പ് എവിടെയാണ്? അല്ല മേക്കപ്പ് റൂം. ഉള്ളത് പറയാലോ. പറഞ്ഞോളൂ. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കും ഇന്ന് വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടി. പ്രോഗ്രാം ക്യാൻസൽഡ്. എന്താ കാരണം? MD മരിച്ചു. ഇയാളെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോകാൻ നോക്ക്. നല്ല ഐശ്വര്യമുള്ള കൈ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അയ്യോ ഞാനില്ല, വീട്ടിലറിയ സിനിമയ്ക്ക് പോയാലേ അച്ഛൻ്റെ കിട്ടി തന്നെ. നിന്റെ അച്ഛൻ വേറെ ഒരു കൺട്രിയാ. അതൊക്കെ എന്റെ അച്ഛനെ കണ്ട് പഠിക്കും. ഒരു സെക്കൻഡേ. ആരെയാണാവോ കണിയേണ്ടത്? ഒന്ന് വേഗം എടുത്തോണ്ട് പോടോ. ഇതെല്ലാം കൂടി ഞാനങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് വെക്കാം. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കേ. അത്രേ ഉള്ളോ? എന്നാ ഇപ്പൊ തന്നെ സഹായിച്ചേക്കെ. അയ്യോ അതങ്ങനെ ചുറ്റെടുക്കില്ല. ഫോറിൻ സാധനങ്ങളാ. ഹാൻഡിൽ വിത്ത് കെയർ, ഹാൻഡിൽ വിത്ത് കെയർ. ഇത്ര പെട്ടെന്ന് പോയോ? അയ്യോ ലേറ്റ് ആയി. ഹൈറ്റിൽ താഴ്ത്തൂടെ പൊട്ടും. എന്നാ പിന്നെ തനിക്ക് ചുമന്നുകൂടായിരുന്ന? ഞാൻ എന്താ ചുമട്ടില്ലാളിയോ? ഈ MDക്ക് വേറെ ഇവനൊക്കെ ചത്തൂടെ? വൃത്തിയേട്ടവൻ. രമ്യ, രമ്യ, രമ്യ. അത് ശരി, പറയാതെ പോയോ? ഓക്കെ. വല്ലപ്പോഴാണ് ഇങ്ങനൊരു അവധി കിട്ടുന്നത്. ഇതിനകത്ത് ലിഫ്റ്റ് ഇല്ലേ? കിട്ടി. ഗ്രൗണ്ട് ഫ്ലോർ. ഇന്നെങ്കിലും ഒന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ. അയ്യോ എന്നെ തൊടല്ലേ പ്ലീസ്, എന്നെ തൊടല്ലേ പ്ലീസ്. ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത്. എന്റെ മുഖോ? ആരത്? ഞാൻ തന്നെയാ. മേക്കപ്പാ, മേക്കപ്പ്. വരണം വരണം വരണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ. ഇരിക്കാം. സീത വരുന്നു. ആരൊക്കെയാണെന്ന് നോക്ക്. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുമെന്ന്. ചേട്ടൻ വന്നില്ലേ? ചേട്ടന് ലീവ് കിട്ടിയില്ല, അടുത്ത മാസേ വരൂ. പിന്നെ വിജയനുണ്ടല്ലോ കൂടെ. താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ MBA കഴിഞ്ഞു. അല്ല രാധിക എവിടെ പോയി? അവള് ജോലിക്ക് പോയിരിക്കുക, വൈകിട്ടേ വരൂ. ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല. നമുക്കൊന്ന് വിളിച്ചു പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞാലോ? ഹലോ, ആരെങ്കിലും പറഞ്ഞേ? ഇവിടെ ഒരു ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് കൊടുക്കണ്ട്. രക്ഷപ്പെടുത്തണേ. ഓഹോ, അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ? എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ലിഫ്റ്റിൽ ആദ്യമായിട്ടായിരിക്കും. എങ്ങനെങ്കിലും ഒന്ന് പുറത്ത് കിടക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? സൂപ്പർ ഐഡിയ.
ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല. ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചുകൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം. ഹൗ ഇസ് മൈ ഐഡിയ? ഓക്കെ, മൈ ബ്രില്യൻ ബോയ്, കൺഗ്രാറ്റ്സ്. സ്ക്രൂ ഡ്രൈവർ എവിടെ? ഓക്കെ, ഇതൊന്നും ആരും ഊരാറില്ലെന്ന് തോന്നണം. അയ്യോ അമ്മ, അയ്യോ സ്റ്റൂള് പറഞ്ഞു. അയ്യോ അമ്മ, നോക്കി നിൽക്കല്ലേ, രക്ഷിക്കണ അമ്മ, ചാവപ്പഴം നോക്കിയെങ്കിലേ കയറി പിടിക്കും. താങ്ക്സ്. സൂപ്പർ ഐഡിയ. രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ. ഓ അത് ശരി. അപ്പൊ വെറും ഒരു വിസിറ്റ് അല്ല, പെണ്ണ് കാണലാണ് ഉദ്ദേശം അല്ലേ? പക്ഷേ അവള് വരാൻ വൈകുമല്ലോ. സാരമില്ല, ഞങ്ങള് നാളെ പോകുന്നുള്ളൂ. ആ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആളെ പറ്റിക്കൊന്ന് ഞാൻ വിചാരിച്ചില്ല. അവനെ വിശ്വസിച്ച് രാത്രി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അവനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കണേ. 3 മണിക്ക് വരാൻ പറഞ്ഞ് പ്രോമിസ് ചെയ്തു, ഇനിയും കാണുന്നില്ല. ദൈവമേ, ഇനി വല്ല അപകടം ആ കരുനാക്കോടൊന്നും പറയാതിരി. ഞാൻ ആലോചിക്കുകയായിരുന്നു, 2 ആണുങ്ങളാണ് ഇതുപോലെ ഈ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ 2 പേരും പൊങ്ങച്ചം പറഞ്ഞു ഭയങ്കര കുഴപ്പമായനെ. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് ഓപ്പലാഷൻ ഉണ്ട്, എനിക്ക് ഫോർഡ് ഉണ്ട്, എനിക്ക് വിമാനമുണ്ട്, എനിക്ക് കപ്പലുണ്ട്. ഇനി 2 പെണ്ണുങ്ങളായിരുന്നെങ്കിലോ പരദൂഷണം പറഞ്ഞ് ഈ ലിഫ്റ്റ് പൊട്ടിത്തെറിച്ചു പോയനെ. എന്തായാലും ഒരു പെണ്ണും ഒരാണും ആയത് നമ്മുടെ ഭാഗ്യം. എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ അറുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഛെ. ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി പോയി. നിങ്ങൾ കരുതണ പോലെ അത്ര വലിയ പ്രശ്നം ഗോപാലകൃഷ്ണൻ ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഏയ് തനിക്കത് അറിയാൻ പാടില്ലാത്ത അതെ, നമ്മുടെ ഗോപാലകൃഷ്ണൻ ഇതുവരെ വന്നിട്ടില്ല. എന്ന് മുതലാവും നമ്മുടെ ആയത്. തർക്കുത്തരം പറയാണ്ട് സാറിനെയും കൂട്ടി ഒന്ന് പോയി തിരക്കിട്ട് പോവാ. ആ നീ പോ. എങ്ങും തെറിയാനില്ല. നാളെ രാവിലത്തെ പത്രത്തിൽ നോക്കിയാ അറിയാം ആത്മഹത്യയാണോ ആക്സിഡന്റ് ആണോ എന്ന്. എന്താ തലവേനയാ? നെഞ്ചുവേനയാ? ഓ, വയറ്റിൽ വേനയാ? വിശന്നിട്ട് പാടില്ല മാൻ. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാം. What is this? പാത്രം. No. Stau. ജപ്പാൻകാരന്റെ തലച്ചോറ്. നമ്മളിത് ഈ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കും. അയ്യോ, ഈ ലൈറ്റും പോയല്ലോ. ഇനി എന്താ ചെയ്യാ? Don't worry. ഈ ലൈറ്റ് വെൽ വേറെ ലൈറ്റ്. 2 hours life, 12 hours life. ജപ്പാൻ. ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത്. ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു സവാള, then water. Wash it fast. ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ബിരിയാണിക്ക് ഏറ്റവും നല്ല അരി ബസുമതി റൈസ്. അത് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുന്നു. അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം.
ഇത് എവിടെ പോയി കിടക്കുന്നു? അവള് വൈകി വരുന്നത് ആദ്യമൊന്നും അല്ലല്ലോ. രാധിക ഈ നാട്ടിലൊന്നുമല്ലേ ജോലി ചെയ്യുന്നത്? അവള് ചിലപ്പോ സിനിമയ്ക്ക് പോയിരിക്കും, അല്ലെങ്കിൽ വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കും, ഡിസ്കഷനൊക്കെ ആയിട്ടേ. എന്നാൽ അതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ? കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. ആ പ്ലേറ്റ് എടുക്കൂ. ഇനി അത് രണ്ടാക്കും. അയ്യോ, അത് പൊട്ടിക്കാനല്ല, അതിന് താഴെയുണ്ട്. നാപ്കിൻ, സ്പൂൺ. ആർത്തി കാണിക്കില്ലേ? ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം. ദാ ഒരു വെള്ളരിക്ക, ഒരു സവാള, ഒരു ക്യാരറ്റ്, സലാഡ്. ഹാവ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. വെള്ളം, വാട്ടർ. താങ്ക് യു. No mention. വേറൊന്നും തോന്നരുത്. തോന്നുമ്പോ കയറി വരികയും തോന്നിയോടത്തൊക്കെ ചുറ്റി നടക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് എന്റെ മരുമകളായിട്ട് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മോഡേണൊന്നുമല്ല. പോവാങ്കിൽ ഇവരെ കണ്ടോണ്ടൊന്നും അല്ലല്ലോ നമ്മള് മോളെ വളർത്തിയത്. പാമ്പറ. ടൂത്ത് പിക്ക്. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ഓ, ചൂടെടുക്കണ്ടോ? വഴിയുണ്ടാക്കാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലമുണ്ട്. കഥ പറയാ, അല്ലെങ്കിൽ കഥ കേൾക്കുക. അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ, ഞാൻ കേൾക്കട്ടെ. കഥ അറിയില്ല? വേണ്ട, ഞാൻ എന്റെ കഥ പറയാം. അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ത്രില്ലിംഗ് ആണ്. കഥ പറയാൻ പോകുമ്പോ കോട്ടുവായി ഇടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. നോ 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 പ്ലീസ്. ലൈറ്റ് ഓഫ് ചെയ്യണ്ട. വേണ്ട. ഇനി ഗുഡ് നൈറ്റ് ഇല്ല കേട്ടോ. ഓ, അത് ശരി. എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈയേട്ടേണ്ടത്. എന്നോട് സിനിമയ്ക്ക് വരുന്ന ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റ് പോയി വരുമ്പോഴേക്കും അവള് പോയി. ആ, ഓക്കെ. ശംഭോ, കൺഫ്യൂഷൻ തീർക്കണം, ഫ്യൂഷൻ തീർക്കും. ഗുഡ് മോർണിംഗ്. നമ്മളിങ്ങനെ ലിഫ്റ്റില് ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞു എന്ന് പുറത്തറിഞ്ഞാ പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല. സി, ഐ എം എ ക്രോണിക് ബാച്ചിലർ. നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദയവ് ചെയ്ത് എന്റെ ലൈഫ് വെച്ച് പന്താടരുത്. നിറയെ ആഗ്രഹങ്ങളുള്ള ആളാ. പോയിക്കോട്ടോ. ഇവിടെ ആരും കണ്ടില്ല, ഭാഗ്യം.